മുസ്ലിം സമുദായത്തിലേതുൾപ്പെടെ മറ്റ് 449 വിദ്യാർത്ഥികളെ പോലെ പെരുമാറാൻ പറ്റില്ലെന്ന വാശിയിലാണെങ്കിൽ വിദ്യാർത്ഥിനിയെ മാതാപിതാക്കൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന മറ്റേതെങ്കിലും സ്കൂളിലേക്ക് മാറ്റട്ടെ. മുസ്ലിംസ് ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെ മാതൃക എന്താണ് ചിലർക്ക് മാത്രം അസാധ്യമാവുന്നത്? വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി സ്വന്തം മതത്തിന്റെ പ്രകടനങ്ങൾ കൊണ്ട് അന്നാട്ടുകാരെ പ്രകോപിപ്പിക്കുന്നതിന്റെ ഫലങ്ങൾ ഇന്ത്യക്കാരുൾപ്പെടെ ലോകമെങ്ങും അനുഭവിച്ചു തുടങ്ങിയതാണ്. ചെറുപ്പം മുതലേ കുട്ടികളിൽ തീവ്ര മതവികാരം കുത്തി നിറയ്ക്കുന്ന ഇത്തരം പ്രകടനങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാരുകളും കോടതികളും ജാഗ്രത പാലിക്കണം. സ്കൂൾ മാനേജ്മെന്റുകൾ ഇത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്തബോധത്തോടെ കൈകാര്യം ചെയ്യണമെന്നാണ് മന്ത്രി പറഞ്ഞത്. മറ്റ് മതസ്ഥരുടെ സ്കൂളുകളിൽ നിസ്കാരമുറിയുടെയും ഹിജാബിന്റെയും മറവിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന മതമൗലികവാദത്തെ ചെറുക്കുന്നതല്ലേ ഉത്തരവാദിത്തബോധം? ഒന്നോ രണ്ടോ വ്യക്തികളോ മതസംഘടനയോ വിചാരിച്ചാൽ മറ്റെല്ലാവരും പേടിച്ച് പിന്മാറണമെന്ന നില രാഷ്ട്രീയ മൗനത്തിന്റെ കൂടെ ഫലമാണ്. മതേതരത്വമോ വർഗീയ പ്രീണനമോ ഏതെങ്കിലും ഒന്ന് പാർട്ടികൾ ഒഴിവാക്കണം. ജനം തെറ്റിദ്ധരിക്കാതിരിക്കട്ടെ. വിവിധ മതങ്ങളിലെ പുരോഹിത സന്യസ്തരുടെ വേഷങ്ങളെ പിടിച്ചും ഹിജാബിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. സന്യസ്തരുടെ അനിവാര്യ സ്ഥാനചിഹ്നങ്ങൾ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെല്ലാം അനുകരിക്കാൻ തുടങ്ങിയാൽ എന്താകും സ്ഥിതിയെന്നുകൂടി അവർ പറയട്ടെ. കോടതി വിധിയെപ്പോലും മാനിക്കാതെ ഭരണഘടനാ അവകാശം നിഷേധിച്ച നിരവാദവും പൊക്കിപ്പിടിച്ചുള്ള നാടകത്തിന് ബന്ധപ്പെട്ട സമുദായത്തിന്റെ നേതാക്കൾ തന്നെ തിരശ്ശീലയിടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയയുടെ കാരണം അന്വേഷിച്ച് ഏറെ അലയേണ്ടി വരും.